അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഇന്നലെ തിരുവനന്തപുരത്ത് മണൽത്തരികളെപ്പോലും കിടിലം കൊള്ളിപ്പിച്ചുകൊണ്ട് സത്യത്തിൻ്റെയും സൽവഴിയുടെയും അന്തസ്സിൻ്റെയും ഓജസ്സിൻ്റെയും തേജസ്സിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും മതമാകുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വഴി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നേതൃത്വം സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയുടെ സമാപന സംഗമം ജനനിബിഡമായിരുന്നു എന്ന് പറയേണ്ടതില്ല, എല്ലാവരും കണ്ടതാണ്. പക്ഷെ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ള രാഷ്ട്രീയ മേഖലയിലെ സാമൂഹിക മേഖലയിലുള്ള പല ആളുകളും മതമേലധ്യക്ഷന്മാരൊക്കെ പങ്കെടുത്തു. ഇത്രയും വലിയ ജനസഞ്ചയം ഇങ്ങനെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്കൊരു പൂതി, അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വീണ്ടും ജയിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയാൽ ഈ കണ്ട ജനം അവരുടെ ജീവിതത്തിൽ ഇത്രയും ജനമുള്ള ഒരു പരിപാടിയിൽ അവർ പ്രസംഗിച്ചിട്ടുണ്ടാവില്ല എന്ന് യാഥാർത്ഥ്യമാണ്. അത് കേട്ടപ്പോൾ വി.ഡി. സതീശന് ഒരാഗ്രഹം, തിരിച്ചൊന്നും കൂടി പറയാമേ. രണ്ടുപേരും അങ്ങൊങ്ങും കിട്ടിയ ചാൻസ് നന്നായി ഉപയോഗപ്പെടുത്തി. ശരിക്കൊരു രാഷ്ട്രീയ പ്രഭാഷണം പോലെ. കാരണം ഇത്രയും വലിയ ജനസഞ്ചയം കിട്ടിയപ്പോൾ രാഷ്ട്രീയക്കാരെ കുറിച്ചിടത്തോളം വലിയ സന്തോഷമാണല്ലോ. കാരണം അവർക്കൊന്നും ഇത്രയും വലിയ ജനക്കൂട്ടത്തെ കൂട്ടാനൊന്നും കഴിയില്ല. അങ്ങനെ സംഭവം തിരുവനന്തപുരത്ത് നടക്കൂല എന്നും അറിയാം. അപ്പം ഇത്രയും വലിയ ജനമഹാസാഗരങ്ങൾ കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഓരോ ആഗ്രഹം, എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് തോട്ട് കിട്ടാൻ ചാൻസ് കിട്ടുമെന്ന്. മുഖ്യമന്ത്രി അങ്ങ് തുടങ്ങിയ കലക്കൽ. മുഖ്യമന്ത്രി നന്നായി പ്രസംഗിച്ചു. ഇത് കേട്ട വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു വിഷമം, ഇത് പറഞ്ഞാലൊക്കെ അങ്ങോട്ട് തിരികെ വെച്ചിട്ട് വി.ഡി. സതീശൻ അതിനെതിരെ നന്നായി അങ്ങോട്ടും പ്രസംഗിച്ചു. പക്ഷേ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ വാക്കോടുകൂടെ അതൊക്കെ വെള്ളത്തിലായി. ഇത് രാഷ്ട്രീയ യോഗമല്ല, ഇത് രാഷ്ട്രീയ പ്രസംഗം അല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വക്താക്കൾ ഒരുമിച്ച് കൂടി മനുഷ്യർക്കൊപ്പം ജാതിമത ഭേദമന്യ മനുഷ്യരെ മനുഷ്യരായി കാണാനും വർഗീയത വിഭാടനം ചെയ്യാനുമുള്ള ശക്തമായ ഒരു കൂട്ടായ്മയാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടന്നതെന്നും രാഷ്ട്രീയ പ്രഭാഷണം ഇവിടെ വേണ്ടെന്നും ഇത് രാഷ്ട്രീയ യോഗമായിട്ട് ആരും കാണേണ്ടതില്ലെന്നും സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് പറഞ്ഞതുകൂടെ അതെല്ലാം അസ്തമിച്ചു. ഏതായിരുന്നാലും ഉസ്താദിൻ്റെ 3 കേരള യാത്ര വീണ്ടും വീണ്ടും എടുത്തോർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരും അത് തന്നെയായിരുന്നു എടുത്തെടുത്ത് പറഞ്ഞിരുന്നത്. ഇങ്ങനെ ഒരു യാത്ര നടത്താനും യാതൊരു ഭൗതിക ലക്ഷ്യവുമില്ലാതെ മനുഷ്യരെ ഒന്നായി കാണാനുള്ള മാനവികത ഉയർത്തിപ്പിടിക്കാൻ അക്രമം, അതുപോലെ തന്നെ വൈരാഗ്യം, വർഗീയത, തീവ്രവാദം ഇതെല്ലാം ഈ സമൂഹത്തിന് നാട്ടിന് ആപത്താണെന്നുള്ള മുന്നറിയിപ്പുമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഈ യാത്ര ചരിത്രത്തിലെ സംഭവം തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട നിസാർ സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ ഉസ്താദിൻ്റെ ജീവിതം പാഠപുസ്തകത്തിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞ വാക്ക് സത്യത്തിൽ എല്ലാവരും ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. 9 പതിറ്റാണ്ടിൻ്റെ പടവ് താണ്ടി അതിശീഘ്രം അനുസ്യൂതം ഒരുപാട് ജനങ്ങൾക്ക് ആക്കം കൂട്ടിയ, ജീവിതത്തിന് വലിയ തുണ കാണിച്ചു കൊടുത്ത ഒരു വലിയ വിപ്ലവകാരി തന്നെയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.